നല്ല അടിപൊളി ബീഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് കൊണ്ടൊരു വിന്താലു കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് 2 വിസിലടിച്ചെടുക്കാം കുക്കറിൽ. വിന്താലുവിന് ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കടുകിടാം. ഇതിലേക്ക് അധികം മസാലയൊന്നും വേണ്ട, വളരെ കുറച്ച് മസാല മതി. ഇത്രയും ചേർത്താൽ മതി. ഏലക്കയും 2 കറിയാകുമ്പോൾ ഒരു ഇത്തിരി പട്ടയും. ആ മിക്സിയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ സവാള, ഇഞ്ചി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിന് അരിഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ വേപ്പില, ഇതല്ലേ പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടത്തിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് കുറച്ച് നന്നായിട്ട് വഴന്ന് കിട്ടണം. വേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വിന്താലു വെക്കുമ്പോൾ കൂടുതലും വിറകടുപ്പിൽ വെക്കുള്ളൂ. അതാണ് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ തീയിൽ കിടന്ന് ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് വെന്തും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിന് വേണ്ടിയിട്ട് വിറകടപ്പ് തന്നെ ഉപയോഗിക്കുള്ളൂ. സവാള വഴന്നപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മിക്സി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാനത് എടുത്തപ്പോൾ ചീറ്റിപ്പോയി. അപ്പോൾ അത് മുളക് കുറച്ച് നന്നായിട്ട് വേണം. ഇതിൻ്റെ പേര് തന്നെ മുളക് ഇറച്ചി, എരിവിറച്ചി എന്നൊക്കെയാണ്. നല്ല എരിയണ ഇറച്ചിയാണിത്. അപ്പോൾ ആ മുളകൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാനുണ്ട്. മുളക് നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി, എന്നിട്ട് മിക്സ് വെൽ. സിമ്പിളാണ് കേട്ടോ, സിമ്പിളായിട്ടുള്ള കുക്കിങ്ങാണ്. ഇതിലേക്ക് വെന്തിരിക്കുന്ന ഇറച്ചി, നല്ല വേവിച്ച് വെച്ച ഇറച്ചിയാണ്. അത്രയല്ല, ഇനി ഇതിൽ കിടന്ന് ഇപ്പോൾ ചാറൊക്കെ പറ്റി വെന്ത് വരുമ്പോൾ കറക്റ്റ് വിന്താലു ആവും. നമ്മുടെ വിന്താലു റെഡി ആയിട്ടുണ്ട് കേട്ടോ.